السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദ് വഅല അലിഹി വസഹബി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ ക്ലിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിരൂപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിൽ പ്രധാനമായി പറഞ്ഞ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകിയിട്ടുള്ള അവിടുത്തെ മാതാപിതാക്കന്മാർ, അവരുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തെർലിയത്ത് ചെല്ലണം, അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന നിലക്കാണ്. ഈ വാദം അദ്ദേഹം ഉദ്ധരിക്കുന്നതിന് ചില ന്യായവാദങ്ങൾ സമർത്ഥിക്കുക എന്നല്ലാതെ ഈ വിഷയ സംബന്ധമായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളതോ ആയ ഒരു സംഗതിയും അദ്ദേഹം പറയുന്നില്ല. ലോജിക്കിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമം എന്ന നിലക്കാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ ലോജിക്ക് പ്രമാണത്തിന്റെ അപ്പുറത്താണ്. പ്രമാണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യുക്തിക്കോ ബുദ്ധിക്കോ ലോജിക്കിനോ ദീനുൽ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായ പാഠമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കന്മാർ ഒരിക്കലും കാഫറുകളാകാനോ നരകാവകാശികളാകാനോ പാടില്ല. കാരണം റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരാളാണ് എന്ന നിലക്ക് അവർക്ക് മഹത്തായ പദവിയുണ്ട്, ഉണ്ടാകണം. അത് ലോജിക്കാകുന്നു എന്ന നിലക്കാണ് സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു വീക്ഷണം ഉണ്ടാകാനുള്ളൊരു കാരണമാണ് സാധാരണഗതിയിൽ സമസ്തക്കാരായ ആളുകൾ ഈ മങ്കൂസ് മൗലൂദ് പോലെയുള്ള മൗലിദുകൾ പാരായണം ചെയ്യുന്നവരായ ആളുകളാണ്. അതിൽ പറഞ്ഞ് സ്ഥാപിക്കുന്ന അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങളുണ്ട്. അതിലെന്താണ്? ആദ്യമായി ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണെന്ന് അവർ വിശ്വസിക്കുന്നത്. ആ നൂറിനെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും പിന്നീട് അതിങ്ങനെ ലം യസലില്ലാഹു അസ്സ വജല്ല യുനഖിലുനി മിൻ അസ്ലാബിൻ തയ്യിബത്തിൻ ഇലാ അർഹാമിൻ താഹിറ, എന്നെ ആ നൂറ് പിന്നെ ഒരു മനുഷ്യനായി പിറക്കുന്ന കാലം വരേക്കും ലം യസലില്ലാഹു യുനഖിലുനി, അല്ലാഹു തആല എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു. മിൻ അസ്ലാബിൻ തയ്യിബത്തിൻ, പുരുഷന്മാരുടെ നല്ല മുതുകുകളിൽ നിന്ന് ഇലാ അർഹാമിൻ താഹിറത്തിൻ, പരിശുദ്ധമായ ഗർഭാശയത്തിലേക്ക്, അഥവാ ഏറ്റവും നല്ല നുത്ഫ ആയിക്കൊണ്ട് ഏറ്റവും നല്ല ഗർഭപാത്രങ്ങളിലൂടെ ഇങ്ങനെ നീക്കി നീക്കി അവസാനം അബ്ദുള്ളയുടെയും ആമിനയുടെയും സന്തതിയായിക്കൊണ്ട് ആ മുതുകിലൂടെ ഗർഭപാത്രത്തിലൂടെ ഭൂജാതനായി എന്ന നിലക്കാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കള്ള ഹദീസുകളാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മൗലൂ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം വർണ്ണിക്കുന്നതിന് വേണ്ടി എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള മനുഷ്യകുലത്തിന്റെ ആ പരമ്പരയിൽ ഉള്ളവരൊക്കെ എന്തായിരിക്കണം? പരിശുദ്ധന്മാരാണ് എന്ന് വരുത്തണം. പരിശുദ്ധന്മാരാണ് എന്ന് വരുത്തുക എന്നുള്ള ഒരു നിർബന്ധിതാവസ്ഥയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കന്മാർ അവിടുന്ന് മേലോട്ട് അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഹയ്യ, ഖാലിബ്, ഫിഹ്ർ, അങ്ങനെ മേലോട്ട് പോയി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെ നീളുന്ന പരമ്പരയിൽ ഒന്നും എന്തല്ല വിശ്വാസ വൈകല്യങ്ങളോ ശിർക്കോ കുഫറോ ഒന്നുമില്ലാത്ത പൂർണ്ണമായ പരിശുദ്ധിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് കടന്നു വന്നിട്ടുള്ളത് എന്ന ഒരു ഉട്ടോപ്പിയൻ ആശയം, ദീനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മതവിരുദ്ധമായ, വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ തത്വങ്ങൾക്ക് വിരുദ്ധമായ ഒരാശയം ഇവിടെ ഉണ്ട്. ആ ആശയത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയാണ് സിംസാറുൽ ഹക്ക് ഹുദവിയെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇത്രമാത്രം ഏന്തി വലിയേണ്ടി വരുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ആമുഖമായി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ പാരത്രികമായ അവസ്ഥയെ സംബന്ധിച്ച് വിശകലനം ചെയ്യുന്നവരായ ഉലമാക്കന്മാർ പ്രധാനമായും 3 തരക്കാരാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ വിഭാഗം പറയുന്നത് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കന്മാർ കാഫറായി മരിച്ചുപോയവരാണ് എന്ന വീക്ഷണമുള്ള ഒരു വലിയ വിഭാഗം ഉലമാക്കന്മാരുണ്ട്. ചില ഹദീസുകളാണ് അവർക്കതിന് അടിസ്ഥാനമായിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പ്രഗത്ഭന്മാരായ പല ഉലമാക്കന്മാരുണ്ട്. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, 4 മദ്ഹബിന്റെ ഇമാമികൾ ഒന്നാമത്തെ ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ. ഇബ്നു കസീർ റഹിമഹുല്ലാ, മധ്യനൂറ്റാണ്ടുകൾ ജീവിച്ചിട്ടുള്ള മഹാനായ ഒരു ശാഫഈ പണ്ഡിതനും ഖുർആന്റെ തഫ്സീർ എഴുതിയിട്ടുള്ള ആളുമാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ. ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ആളാണ് ഇമാം നവവി റഹിമഹുല്ലാ. അതുപോലെ തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലാ. ഇങ്ങനെ മുൻഗാമികളിലും പിൻഗാമികളിലും പെട്ട മഹാരഥന്മാരായ വലിയ ഒരു ഉലമാക്കന്മാരുടെ നിര തന്നെ ഈ വീക്ഷണമുള്ളവരാണ്. അല്ലാഹു
അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കന്മാർ കുഫറിൽ മരണപ്പെട്ടവരാണ്, അവർ നരകാവകാശികളാണ് എന്ന വീക്ഷണം അവതരിപ്പിച്ചവരായ ആളാണ്. മുല്ല അലിയുൽ ഖാരി എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു ആലിമുണ്ട്. അദ്ദേഹം ഹനഫി മദ്ഹബിലെ ഒരു ആലിമാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു കിതാബ് തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കന്മാർ നരകാവകാശികളാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയ ആളാണ് മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ. അപ്പോ ഇവരെ ഒന്നും ഇപ്പൊ സിംസാറുൽ ഹക്ക് ഉദവിയെ പോലെയുള്ള ആൾക്കാർക്ക് തള്ളി പറയാൻ പറ്റില്ലല്ലോ. ഇമാം ഇബ്നു കതീറിനെയോ ഇമാം നവവി റഹിമഹുല്ലയെയോ തള്ളി പറയാൻ ഇവർക്ക് കഴിയില്ലല്ലോ. അതിന്റെ വിശദമായ വിശദീകരണം ഇൻഷാ അല്ലാഹ് താഴെ ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകിയവരായ മാതാപിതാക്കന്മാർ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല, അവർ ഉപാധിരഹിതമായി സ്വർഗാവകാശികളാണ് എന്ന് പറയുന്ന ഒരു അന്ധമില്ലാത്ത ഒരന്ധമായ ഒരു നിലപാട്. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് മൂത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, തെളിവിന് വിരുദ്ധമായ അല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യങ്ങൾ സമർപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ വിഭാഗം ആളുകൾ അനുവർത്തിക്കുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പ് മരണപ്പെട്ടു പോയവരാണ് അവിടുത്തെ മാതാപിതാക്കന്മാർ. റസൂലുള്ളാഹിക്ക് നുബുവത്ത് വന്നതിന് ശേഷം ഈ പറയുന്ന മാതാപിതാക്കന്മാർക്ക് അല്ലാഹു തആല വീണ്ടും ഹയാത്ത് നൽകിയിട്ടുണ്ട് എന്നും അങ്ങനെ ഹയാത്തിലായിട്ടുള്ള മാതാപിതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസമർപ്പിച്ചാണ് രണ്ടാമത് മരണപ്പെട്ടു പോയിട്ടുള്ളത് എന്നും അതുകൊണ്ട് അവർ മുഅ്മിനീങ്ങളാണ് എന്നും അതുകൊണ്ട് അവർ സ്വർഗാവകാശികളാണ് എന്നും ആണ് വേറൊരു കൂട്ടർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുഫറിന്റെ കാലത്ത് മരിച്ചുപോയവർക്ക് രണ്ടാമത് ജന്മം നൽകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കുഫറിൽ മരിച്ചുപോയാൽ അവർക്ക് ഒരിക്കലും രക്ഷയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യായവാദം പറയേണ്ടി വന്നിട്ടുള്ളത്. ഇനി നാലാമതൊരു കൂട്ടർ പറയുന്നത് എന്താണ്? അവരൊക്കെയും ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയവരാണ്. അതായത് ഫത്രത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഒരു നബിയുടെ കാലം കഴിഞ്ഞ് അടുത്ത നബി വരുന്നത് വരെയുള്ള ഇടവേള, ആ ഇടവേളയിൽ ഒരു നബിയുടെ സാന്നിധ്യം ഇല്ലാത്ത, റിസാലത്ത് ഇല്ലാത്തൊരു കാലം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരെന്നാണ് പറയാ. അപ്പൊ ഈ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചവർ ഫത്രത്തിന്റെ കാലഘട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരായ ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഒരു റസൂലിനെ അയച്ചിട്ടല്ലാതെ ഒരു വിഭാഗത്തെയും നാം ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു തആല വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കന്മാർ ഉൾപ്പെടുക. അതുകൊണ്ട് അവർക്ക് ശിക്ഷയില്ലാത്തവരാകുന്നു എന്ന വീക്ഷണം പറയുന്നവരായ ഉലമാക്കന്മാരും ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീക്ഷണങ്ങളിൽ ശരി തീരുമാനിക്കൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? വ്യക്തമായ തെളിവ് എവിടെയാണോ ഉള്ളത് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത്. തെളിവ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഉലമാക്കന്മാർ പറഞ്ഞത് എന്നും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങേയറ്റം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയും ഓർക്കുന്ന ഏതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവിടുത്തെ മാതാപിതാക്കന്മാർ സ്വർഗാവകാശികളാകണമെന്നാണ് ആഗ്രഹിക്കുക. ഏതൊരാൾക്കാരും അങ്ങനെ ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്. റസൂലുള്ളാഹിയുടെ ഇഷ്ടത്തിന്റെ ഭാഗമായി അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹം അല്ലല്ലോ അള്ളാഹ് നടപ്പാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ശരിയായ വിശ്വാസമുള്ളവരാണ്. ശരിയായ അഖീദ അനുസരിച്ച് തൗഹീദ് അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്തവർ ആരോ അവർക്ക് അള്ളാഹു നൽകുന്നതാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. അത് ജന്മം കൊണ്ട് കിട്ടുന്നതല്ല. ആരുടെയെങ്കിലും പുണ്യപുരുഷന്മാരുടെ മക്കളായി ജനിച്ചത് കൊണ്ടോ ഏതെങ്കിലും പുണ്യപുരുഷന്മാരുടെ മാതാപിതാക്കന്മാരാവുക എന്നതുകൊണ്ട് കിട്ടുന്നതല്ല. അത് ഒരടിസ്ഥാന പാഠമാണ്. നമ്മൾ ആർക്ക് ജനിച്ചു, നമ്മുടെ മക്കൾ എന്താണ്, നമ്മൾ എന്താണ് എന്നതിന്റെ ഗുണം നമ്മൾക്ക് മക്കൾക്ക് കിട്ടുക എന്നതോ അങ്ങനൊന്നുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുക എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കനാൻ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഏതായിരുന്നാലും പ്രളയം വന്ന സമയത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് കപ്പലിൽ കയറാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മകൻ സമ്മതിച്ചില്ല. ഞാൻ എവിടെങ്കിലും മരന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം, എന്റെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും അവസാനം പ്രളയത്ത് മുങ്ങി മരിക്കുകയും ചെയ്ത ആളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ. അതായത് കാഫിരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് മരിച്ച് പോകേണ്ട ഒരു ഗതികേട് നൂഹ് നബി എന്ന് പറയുന്ന ഉലുൽ അസ്മിലെ മഹാനായ ഒരു നബിയുടെ മകന് വന്നു എന്ന് പറഞ്ഞാൽ വാപ്പ നന്നായതുകൊണ്ട് മക്കൾക്ക് അതിന്റെ പ്രയോജനം കിട്ടൂല എന്നതിന്റെ രേഖയാണ്. ഒരു വ്യക്തിക്ക് സ്വർഗം കിട്ടുക എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അയാൾ ആരുടെ മകനായി ജനിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലോ അയാളെ പിതാവ് ആര് എന്നതോ ഒന്നുമല്ല. ഏതൊരു മനുഷ്യനാകട്ടെ അയാൾ സ്വയം നിലക്ക്
അയാൾ സ്വർഗം കിട്ടുന്നതിന് വേണ്ടിയുള്ള അധ്വാനവും പരിശ്രമങ്ങളും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏതൊരു വ്യക്തിക്കും അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാകുന്നതും അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ പറ്റുന്നതും സ്വർഗം കിട്ടുന്നതൊക്കെ. എന്നാൽ നമ്മുടെ സിംസാറുൽ ഹക്ക് ഹുദവി പറയുന്നതാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ആയതുകൊണ്ട്, മാതാവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗത്തിന് അവകാശമുണ്ട് എന്ന നിലയിലാണ്. അത് പ്രമാണവിരുദ്ധമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ സ്ഥാപിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യമാരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന വാചകം സൂറത്ത് തഹരീമിലെ 10-ാമത്തെ വാക്യത്തിലുണ്ട്. മോള് നോക്ക്. ദറബല്ലാഹു മസലൻ, അല്ലാഹു തആല ഒരു ഉദാഹരണം പറയാണ്, ലല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾക്ക്. ആരാണ് ഉദാഹരണം? ഇംറഅത നൂഹിൻ വംറഅത ലൂത്തിൻ, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെയാണ് ഉദാഹരിക്കുന്നത്. കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, നമ്മുടെ ഏറ്റവും സാലിഹീങ്ങളായ 2 അടിമകളുടെ കീഴിൽ ജീവിച്ചവരാണവർ, അവരുടെ ഭാര്യമാരായി ജീവിച്ചവരാണ്. പക്ഷേ ഫഖാനതാഹുമാ, അവർ രണ്ടുപേരും ആ നബിമാരെ വഞ്ചിച്ചു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, ആ 2 ഭാര്യമാർക്കും വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യവാളന്മാരായ നബിമാർക്ക് ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ, നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. ആരോട് പറയപ്പെടും? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരോട് പറയപ്പെടും. എന്താ പറയപ്പെടാൻ കാരണം? അവർ കാഫറുകളായിരുന്നു എന്നുള്ളതാണ് അതിന്റെ തഫ്സീർ. തൊട്ടുമേലെ അതിന്റെ തഫ്സീർ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ദറബല്ലാഹു മസലൻ ലിഹാലിൽ കഫറത്തി, കാഫിരീങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അല്ലാഹു തആല വിവരിക്കുകയാണ്. ഫീ മുഖാലതതിഹിം അൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അവർ കൂടി പെരുമാറി ജീവിക്കുന്നവരാണ്. വഖുറബിഹിം മിൻഹും വമുആശറതിഹിം ലഹും, ആ മുസ്ലിമീങ്ങളോട് കൂടി ഒരുമിച്ച് പെരുമാറി അവരോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായ ആളുകളാണ്. വഅന്ന ദാലിക ലാ യൻഫഉഹും ബികുഫ്രിഹിം ബില്ലാഹ്, അങ്ങനെയൊക്കെ ആണെങ്കിലും അവരെ കുഫറോട് കൂടിയുള്ള അവരുടെ മുആശറത്ത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. അതാണ് അവസ്ഥ. ബിഹാലി സൗജത്തി നബിയില്ലാഹി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ അവസ്ഥ പോലെ. വ സൗജത്തി നബിയില്ലാഹി ലൂത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ അവസ്ഥ പോലെ. ഹൈസു കാനത ഫി ഇസ്മത്തി അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, നമ്മുടെ സാലിഹീങ്ങളായ 2 അടിമകളുടെ കീഴിൽ വളരെ സമാധാനപൂർണ്ണം, വളരെ ഇസ്മത്തോടു കൂടി ജീവിച്ചവരാകുന്നു ആയിരുന്നു അവർ. ഫവഖഅത് മിൻഹുമൽ ഖിയാന, ആ 2 ഭാര്യമാരിൽ നിന്നും വഞ്ചന പ്രത്യക്ഷപ്പെട്ടു. ലഹുമ ഫിദ്ദീനി, ദീനിന്റെ കാര്യത്തിലുള്ള വഞ്ചനയാണ്. ഫഖദ് കാനത കാഫിറതൈൻ, അവർ രണ്ടുപേരും കാഫിരീങ്ങളായിരുന്നു. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ കാഫിരീങ്ങളായിരുന്നു. ഫലം യദ്ഫഅ ഹാദാനി റസൂലാനി അൻ സൗജതിഹിമാ മിൻ അദാബില്ലാഹി ശൈആ, അല്ലാഹുവിന്റെ അദാബിൽ നിന്നും എന്തെങ്കിലും ഒരു തടസ്സം നിൽക്കുവാൻ, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ അവരുടെ 2 പേരുടെയും ഭർത്താക്കന്മാർക്ക് അഥവാ അമ്പിയാക്കന്മാർക്ക് കഴിഞ്ഞില്ല. വഖീല ലിസൗജതൈൻ, 2 ഭാര്യമാരോടും പറയപ്പെടും ഉദ്ഖുലാ അന്നാറ മഅ ദാഖിലീൻ, നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പ്രവേശിച്ചോ. അതാണ്. അപ്പോ ആരുടെ കൂടെ ജീവിച്ചു, ആരുടെ വാപ്പയായി ജീവിച്ചു, ആരുടെ ഉമ്മയായി ജീവിച്ചു എന്നതൊന്നും അല്ല ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അഥവാ ഒരാൾ മൂമിനാകാനും വിശ്വാസിയാകാനും അതിന് വകെ അള്ളാഹിന്റെ പരിഗണന കിട്ടാനും ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. എന്നാൽ സിംസാറുൽ ഹക്ക് പറയുന്നതോ ഇതാണ് മാനദണ്ഡം എന്നാ. അപ്പൊ ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് എതിരായ ഒരു ആശയമാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇബ്രാഹിം നബിയുടെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ എന്താ? തൊട്ടുമേലെ ആയത്തിൽ കൊടുത്തിട്ടുണ്ട്. വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി ആസറ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം. ലി അബീഹി, പാപ്പാനോട് പറഞ്ഞു. പാപ്പാന്റെ പേര് ആസർ എന്നാണ്. ആസർ എന്ന തന്റെ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? അതത്തഖിദു അസ്നാമൻ ആലിഹതൻ, വിഗ്രഹങ്ങളെ ആരാധിക്കപ്പെടാൻ യോഗ്യനായി താങ്കൾ കണക്കാക്കുകയാണോ? ഇന്നി അറാക വ ഖൗമക, തീർച്ചയായും താങ്കളെയും താങ്കളുടെ ജനസമൂഹത്തെയും ഞാൻ കാണുന്നു. ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിട്ട് കാണുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവായ ആസർ എന്ന് പറയുന്ന വ്യക്തി വിഗ്രഹം ഉണ്ടാക്കി വിൽപ്പന നടത്തി വിഗ്രഹാരാധനയിൽ മുങ്ങിക്കുളിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി നരകാവകാശിയായി തീരുന്നതിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ഉലുൽ അസ്മിലെ ഒരു പ്രവാചകനും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാനോ ഇസ്തിഗ്ഫാർ തേടാൻ പോലുമോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല. മനസ്സിലല്ലേ? അത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. മകൻ നന്നായി എന്നതുകൊണ്ട്, മകൻ മഹാനായി എന്നതുകൊണ്ട് വാപ്പാക്ക് പ്രയോജനമില്ല. വാപ്പ നന്നായി എന്നതുകൊണ്ട് മക്കൾക്കും പ്രയോജനം ഉണ്ടാവില്ല. ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ആ തത്വത്തിന് വിരുദ്ധമായ കാര്യമാണ് സിംസാറുൽ ഹക്ക് ഇവിടെ
പറയുന്നത്. ഇനി ഒരാൾ ജീവിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലോ, എന്നാലും അയാളിൽ ഈമാനും ഇഖ്ലാസും ഉണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാം. ഫിറഔന്റെ കീഴിൽ ജീവിച്ച ഫിറഔന്റെ ഭാര്യ, ആ ഭാര്യയെ വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാതൃകയാക്കി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൊടിയ ദ്രോഹിയായ ഫിറഔന്റെ കീഴിൽ ജീവിച്ച ഭാര്യയായ മഹദി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം അംഗീകരിച്ച യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു. അതാണ് അപ്പൊ ഫിറഔൻ എന്ന് പറയുന്ന കൊടിയ ധിക്കാരിയുടെ കീഴിൽ ജീവിച്ചു എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആ സ്ത്രീയുടെ ഇസ്ലാമീയത്തിന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊന്നും ദീനിൽ പരിഗണിക്കപ്പെടുന്ന വിഷയമേ അല്ല. ആരുടെ കീഴിൽ ജീവിച്ചു, ആരുടെ വാപ്പയായി, ആരുടെ ഉമ്മയായി എന്ന പരിഗണന നോക്കിയിട്ടല്ല ഒരാൾക്ക് സ്വർഗം നിശ്ചയിക്കപ്പെടുന്നത്. ഇതൊരു അടിസ്ഥാന നിയമമാണ്. ആ അടിസ്ഥാന നിയമത്തിന് എതിരെയാണ് ഇവിടെ സിംസാറുൽ ഹക്ക് പറയുന്നത്. ഇനി അദ്ദേഹം തന്നെ അംഗീകരിക്കുന്ന ഉലമാക്കന്മാരെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കന്മാരുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.